ശരി, 1 മാസം. നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ, അതൊന്നും ശരിയാവില്ല. നീ ഒന്ന് വന്നേ. വന്നേ അച്ഛാ, വാടാ. അങ്ങളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? മോനെ, നന്ദിയുണ്ട്. ഏയ്, നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് കാവലായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വാ, പതുക്കെ സൂക്ഷിച്ച്. നീ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റണം. ഇൻസ്റ്റാൾമെന്റിൽ നൈറ്റിയും ചുരിദാറും ഒക്കെ കൊണ്ടുവരുന്ന ആ ഉസ്മാനോട് നിനക്ക് കുറച്ച് തുണി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എസ്തപ്പാൻ ഇന്നലെ കാണിച്ചു കൂട്ടിയ പരാക്രമമൊക്കെ ആലോചിച്ച് നിൽക്കുകയാണോ നീ? ഒന്നാമതേ കള്ളു കുടിച്ച് ലെവല് കിട്ടി നിൽക്കുക. പിന്നെ നീ ചോദിച്ചതാണെങ്കിലോ, ഒരിക്കലും എസ്തപ്പാൻ ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തെക്കുറിച്ച്. അല്ലെങ്കിലേ മൃഗം. ഇതും കൂടിയാകുമ്പോഴോ? തല്ലുകൊണ്ടതൊന്നും പ്രശ്നമല്ല അമ്മച്ചി. ആ കുട്ടി ആരാണെന്ന് അറിയണം. അറിഞ്ഞേ പറ്റൂ. ഞാൻ ആരോടും പറയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എസ്തപ്പാന്റെ മോളാ. പിന്നെന്തിനാ ഇങ്ങനെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്നെ? അമ്മച്ചി, എവിടുന്നോ വന്ന് ഇവിടെ അഭയം കിട്ടിയവളാ ഞാൻ. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ എന്റെ ആരെല്ലാമോ ആണ്. അതുകൊണ്ട് ചോദിക്ക, പറയാ. എനിക്കെല്ലാം അറിയണം. പറയാം, എല്ലാം ഞാൻ പറയാം. ഇത്രയും കഷ്ടതയും ദുഃഖവും ഒക്കെ നീ അനുഭവിച്ചു. പക്ഷേ നിന്നേക്കാൾ വേദന അനുഭവിക്കുന്നവർ ഈ ലോകത്തുണ്ടെന്നറിയുമ്പോ നിനക്കൊരാശ്വാസം കിട്ടും. അതുമല്ല, ഇന്നലെ എസ്തപ്പാൻ നിന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രായച്ചിത്വമാണെന്ന് കൂട്ടിക്കോ. ആ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന നിമ്മിമോള് എസ്തപ്പാന്റെ ചോരയാ. സ്വന്തം മോള്. സ്വന്തം മോളോടൊരച്ഛൻ ഇത്രയും ക്രൂരത കാണിക്കോ? നിമ്മിമോളോട് ക്രൂരത കാണിക്കുന്നത് എസ്തപ്പാനല്ല, ദൈവവാ. മോക്കറിയോ, ഈ എസ്തപ്പാന്റെ മൂത്ത ചേച്ചിയാ ഞാൻ. തല്ലും വഴക്കും ഗുണ്ടാപ്പണിയുമായി നടന്ന അവന്റെ ഗുണം കൊണ്ട് എനിക്ക് കല്യാണവോ ജീവിതമോ ഒന്നും ഉണ്ടായില്ല. എസ്തപ്പൻ കല്യാണം കഴിച്ച് ഈ നാട്ടിലേക്ക് വന്നപ്പോ മുതല് ഞാനൊരു പള്ളിവക അനാഥാലയത്തിലെ അടുക്കളക്കാരിയായിട്ട് ജീവിച്ചു. എസ്തപ്പാന്റെ ഭാര്യ നേരത്തെ തന്നെ മരിച്ചു. മോള് നല്ല മിടുക്കിയായിരുന്നു. കുഞ്ഞിലെ തന്നെ നന്നായിട്ട് പാടും, ഡാൻസും ചെയ്യും. എസ്തപ്പാനും ജീവനാ നിമ്മിയെ. അമ്മയില്ലാത്ത കുഞ്ഞ്. അമ്മയുടെ സ്നേഹം കൂടി എസ്തപ്പാൻ കൊടുത്തു. ഗുണ്ടയാണെങ്കിലും മോളുടെ മുമ്പിൽ ഏറ്റവും ഇളന്ന മനസ്സുള്ള ആളായി എസ്തപ്പാൻ. മോളെ എവിടെയും കൊണ്ടുപോകും, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. ഇതിനിടയിലാണ് ഒരു കൊലപാതക കേസിൽ എസ്തപ്പാൻ ജയിലിലാവുന്നത്. എസ്തപ്പാൻ കൊന്നത് ഒരു ഗുണ്ടയെ തന്നെയായിരുന്നു. എസ്തപ്പാന്റെ പഴയ ഒരു എതിരാളിയെ. ചത്തവനൊരു സംഘം ഉണ്ടായിരുന്നു. അവര് പകരം വീട്ടാൻ വേണ്ടി കാത്തിരുന്നു. എസ്തപ്പാൻ ജയിലിലായി ഒരാഴ്ച കഴിഞ്ഞപ്പം ഒരു ദിവസം ആ ഗുണ്ടകൾ വീട്ടിലിടിച്ചു കയറി. നിമ്മിമോളെ അവരെല്ലാരും കൂടി ചേർന്ന് നശിപ്പിച്ചു.
മുതൽ അവളുടെ മനസ്സ് നേരെ ആയിട്ടില്ല. അവളുടെ കഷ്ടപ്പാട് കണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അവളെ ശുശ്രൂഷിച്ചു. അവള് പിച്ചും പേയും പറഞ്ഞു തുടങ്ങി, അക്രമം കാണിച്ചു തുടങ്ങി. ഇതിനിടയിൽ എസ്തപ്പാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. മകളുടെ അവസ്ഥ അറിഞ്ഞതോടെ ലോകത്തോട് തന്നെ എസ്തപ്പാൻ പകയായി. മോളെ എങ്ങനെയും നേരെയാക്കാൻ പല വൈദ്യന്മാരെയും കണ്ടു. അങ്ങനെ മരുന്നുകളൊക്കെ ആഹാരത്തിൽ ചേർത്ത് കൊടുക്കുക. പകുതിയിൽ നിമ്മിമോള് തട്ടിക്കളയും. എന്നെങ്കിലും മോള് പഴയ അവസ്ഥയിലാകുമെന്ന പ്രതീക്ഷയിലാ എസ്തപ്പാൻ കഴിയുന്നത്. എന്താമേ? ഞാൻ ചോദിക്കുന്നത് അല്പം ക്രൂരായിട്ട് മോന് തോന്നും. പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. മാധവേട്ടനടുത്ത് മോൻ പോയതും കൂട്ടിരുന്നതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്തതാണോ, അതോ പ്രായച്ചിത്തോ? പ്രായച്ചിത്തോ? അതെ, എന്റെ മോളെ കൊന്നതിലുള്ള പ്രായച്ചിത്തം. യോഗ്യതക്കുറവിന്റെ കണക്കുകൾ നിർത്തിയ എന്റെ മോൾക്ക് അത് ഒരുപാടുണ്ട്. ചന്ദ്രോത്ത് വീടിന്റെ അടിച്ചതിനകത്ത് നിൽക്കാൻ പോലും അർഹതയില്ല. നിങ്ങളിൽ ഒരാളിന്റെ അടുത്ത് നിൽക്കാനും ആവില്ല. ആ മാനക്കേട് തീർക്കാനാണല്ലോ അവള് ജീവിച്ചിരിക്കുമ്പോ നിനക്ക് രണ്ടാം വിവാഹം ആലോചിച്ചത്. മോനൊരു വാക്ക് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് അവളെ പടിയിറക്കി വിടായിരുന്നില്ലേ? കൊന്നതെന്തിനാ? അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എന്ത് ഭ്രാന്തം വിളിച്ച് പറയരുത്. അതെ, ഞങ്ങളെ പോലുള്ളവര് കരഞ്ഞാലും ശബ്ദം ഉയർത്തിയാലും നിങ്ങൾക്കൊക്കെ അത് ഭ്രാന്താ. പക്ഷെ പെറ്റ വയറിന്റെ നോവും തീയും അതാർക്കും മനസ്സിലാവില്ല. ആരെങ്കിലും ഒരാളത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കളിപ്പിക്കരുത്. പകരം ഞങ്ങളെ കൂടെ കൊല്ലാനുള്ള കനിവ് കാണിക്കണം. ഒടുങ്ങിക്കോളാം ഞങ്ങള്. അമ്മേ, ഇതിന്റെ ഉത്തരം ഞാൻ എത്ര പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. എന്നെങ്കിലും ഒരിക്കല് ദേവി ഞാൻ അമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തും. അന്ന് അമ്മ അവളോട് ചോദിക്കണം, ഞാൻ എന്റെ ദൈവം സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. ഗതികെട്ടവനെ പോലെ ഞാൻ നിന്ന് പോയിട്ടുണ്ടമ്മേ. പക്ഷെ ദേവി എന്റെ ജീവനാ. ഇനിയിപ്പോ അമ്മ പറഞ്ഞതുപോലെ അവളെ ആരെങ്കിലും അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തിന് ഒന്ന് നോവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതെന്റെ രക്തബന്ധമായാലും കണക്ക് ഞാൻ ചോദിച്ചിരിക്കും. വിശ്വസിക്കമ്മേ, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് അവളെ തിരിച്ചു കിട്ടും. അമ്മയുടെ മോള് തന്നെ അമ്മേ എന്റെ നെഞ്ചിലെ ജീവൻ. തീരുകയാണെങ്കിൽ രണ്ടും ഒരുമിച്ച് തീരും. എല്ലാ ആളുകളെയും നിയമത്തിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാനാവില്ല. കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരും ഈ പറഞ്ഞ വീട്ടുടമസ്ഥന്മാരും ഒക്കെ ആ ടൈപ്പാണ്. നിയമത്തെ മറികടക്കാൻ അവർക്ക് അവരുടേതായ സോഴ്സ് ഉണ്ട്. അവർ പിന്നെ എന്ത് ചെയ്യാ? സത്യം പറഞ്ഞ
അവരുടെ അവസ്ഥയ്ക്ക് മുമ്പിൽ ഞാൻ തലയുയർത്തി നിൽക്കാറില്ല. അവരുടെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവള് ജീവനോടുണ്ടോന്ന് പോലും എനിക്ക് ഉറപ്പില്ല. എനിക്കും ചില കടമകളൊക്കെ ഇല്ല അച്ഛാ. നീ വിഷമിക്കാതിരിക്കെ, എന്തെങ്കിലും മാർഗം നമുക്ക് നോക്കാം. എടാ, ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും അച്ഛൻ തോറ്റ് നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ട്. നിന്നെ അച്ഛൻ അങ്ങനെ നിർത്തില്ല. മുമ്പൊക്കെ ഒരു വിഷമം വന്ന എന്റെ കൈ ആദ്യം ചലിക്കുക ബലരാമന്റെ നമ്പറിലേക്കാ. ഇപ്പോ ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ചാ കർമ്മി തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. എന്റെ മോളുടെ സഞ്ചയന ചടങ്ങിന് വേണ്ടി ഒന്നും വാങ്ങാനുള്ള ശക്തി എനിക്കില്ല. എല്ലാം ഞാൻ തയ്യാറാക്കിക്കോളാം. പിന്നെ ദുർമരണമാണ്, അതിന്റെ ചില പൂജകളൊക്കെ ഉണ്ട്, അതും നടത്തുന്നത് നല്ലതാണ്. ആവല്ലോ. പറഞ്ഞില്ലേ, എല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മതി. ഞങ്ങളോടൊരു അഭിപ്രായം പോലും ചോദിക്കണ്ട. അതൊന്നും പറയാനുള്ള ശക്തിയില്ല. എന്നാൽ ആയിക്കോട്ടെ, ഞാനും കൂടെ രണ്ടുപേരും ഉണ്ടാവും. രാവിലെ അങ്ങ് എത്തിക്കോളാം. ശരി. പ്രകാശ, ഒരച്ഛനും എൻ്റെ ഈ ഗതി ഉണ്ടാവാതിരിക്കട്ടെ. മീര പോയത് മുതൽ ഞങ്ങളുടെ കൂടെ പ്രകാശ് ഉണ്ടായിരുന്നു. മറക്കില്ല അതൊന്നും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലേ സാർ, അത് വല്ലാത്ത വിഷമാണ്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാ താനിപ്പോ. കർമ്മിയെ കാണാൻ പോണോന്ന് പറഞ്ഞപ്പോ താൻ കൂട്ടിക്കൊണ്ടുവന്നു. വരൂ സാർ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ആന്റി, കേറുവാ ആന്റി. പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും ചോദിക്ക്, മീരയുടെ അമ്മ ഈ പടി കടന്നു വന്ന പ്രശ്നമുണ്ടോന്ന്. ആന്റി, ആന്റി എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ചന്ദ്ര അവിടെ തന്നെ നിൽക്കാതെ കയറി വരൂ. എന്തിനാ കയറി വരേണ്ടത്? എന്റെ മോള് മീരയുണ്ടോ ഇവിടെ? അവളെ പൊന്നുപോലെ നോക്കിയ വീടല്ലേ? ഇപ്പോ എന്റെ മോളെവിടെ? എനിക്ക് ഭ്രാന്താന്ന് ചിന്തിക്കുവല്ലേ? ചന്ദ്ര എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? ഭ്രാന്തിന്റെ വക്കിലെത്തിയ ഒരു അമ്മയാ ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ജന്മ ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പൊ വരേണ്ടി വന്നു. ആന്റി, എന്താ ഇത്? വന്നേ. പിടിക്കണ്ട. ഞാനേ
എല്ലാവരെയും കാണാൻ വേണ്ടി തന്നെയാ വന്നേ. ഇനി ഈ ഭൂമിയിൽ മറ്റൊന്നും ചിന്തിക്കാനില്ല എനിക്ക്. ചന്ദ്രോത്തുള്ളവരെ ഒന്ന് കാണണമെന്ന് തോന്നി. എല്ലാവരും ഉണ്ടല്ലോ. എന്റെ മോളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചവരും ലാളിച്ചവരും ഒക്കെ ഉണ്ടല്ലോ. ചന്ദ്രമതി, വേണ്ട. MLAയുടെ ആശ്വാസവാക്കുകൾ കേൾക്കാൻ കൊതിച്ചോടി വന്നതല്ല ഞാൻ. ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി വന്നതാ. എല്ലാവരും അറിയേണ്ട കാര്യ. മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് പറയണമല്ലോ. എന്റെ മീരയുടെ സഞ്ജയന. ആദ്യം അറിയിക്കേണ്ടത് ഇവിടെയല്ലേ? മകളുടെ സഞ്ജയനം പറയാൻ വേണ്ടി വന്നതാ. മോളെ, ഞാൻ ദേവിക. നിന്റെ ചേച്ചിയായിട്ട് കണ്ടാ മതി. മോളെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. മോള് നന്നായിട്ട് പാട്ട് പാടുമല്ലേ? ഡാൻസും അറിയാന്ന് കേട്ടല്ലോ. എന്നെ കാണുമ്പോ എന്തിനാ മോള് പേടിക്കുന്നെ? ചേച്ചിക്ക് മോളെ വലിയ ഇഷ്ടാട്ടോ.
ഇരിക്കെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.